ഞാൻ ഈ കരിയൊക്കെ വരച്ച് കുളിച്ച് റെഡിയായി എങ്ങോട്ടാന്നല്ലേ, ഞങ്ങളുടെ നോമ്പ് തുറ ഇന്ന് KM കോളേജിൽ വെച്ചാൽ. KM കോളേജ് നമ്മുടെ കോളേജിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ മെസ്സിൻ്റെ ആൾക്കാർ നമുക്കുള്ള നോമ്പ് തുറ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കോളേജ് ബസ്സിൽ കയറി തള്ളിപ്പിളന്നുകൊണ്ട് പോകുക കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം കണ്ട കാര്യം ദമ്മിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ എനിക്കത് ഭയങ്കര എക്സൈറ്റ്. ഞാൻ ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ വേറെ കളികളിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കളികളും രസവും എല്ലാം ഇതായിരുന്നു. ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവങ്ങളിലൊക്കെ കയറി ഇരുന്ന് ഇറങ്ങി കളിക്കുകയും കറങ്ങി കളിക്കുകയും ഒക്കെ ആയിരുന്നു പരിപാടി. ഈ 10, 20, 21 വയസ്സ് പ്രായമുള്ള പിള്ളേരാണ് ഈ ഇരുന്ന് കുഞ്ഞു പിള്ളേരുടെ സാധനങ്ങളിൽ കളിക്കണേന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തന്നെയാണ് ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ടേബിൾ ഷീറ്റ് വിരിച്ചതും അതുപോലെ പ്ലേറ്റ് അറേഞ്ച് ചെയ്തതും ഗ്ലാസ് വെച്ചതും ഫ്രൂട്ട്സും കാര്യങ്ങളും ജ്യൂസും കാര്യങ്ങളും എല്ലാം സെർവ് ചെയ്തതും എല്ലാം നമ്മളിലുള്ളവർ തന്നെയാണ്. കാരണം ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് 2 ഐറ്റം ജ്യൂസും പായസം പിന്നെ കട്ട് ഫ്രൂട്ട്സും ഡേറ്റ്സും പിന്നെ അതുപോലെ ചിക്കൻ ബീഫ് പിന്നെ അങ്ങനെയുള്ള സമൂസയും കട്ട്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു 4 കട്ട്ലറ്റും 3 സമൂസയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ 2 ഗ്ലാസ് വാട്ടർമെലൺ ജ്യൂസും പിന്നെ 2 ഗ്ലാസ് ലെമൺ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വയറ് ബുമ്മനയായി. പിന്നെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തു. വെറുതെ പോസ്റ്റ് അടിച്ച് ഫ്രണ്ടിലിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് റെഡിയായി. ഫുഡ് എന്താണെന്നല്ലേ, നമ്മുടെ സ്വന്തം ദം ബിരിയാണി. അപ്പോൾ അതിൻ്റെ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനെടുത്ത് പുറിച്ച അങ്ങോട്ട് കടിച്ച് പറിച്ച് തിന്നു. എന്ത് ടേസ്റ്റാണ്. ആദ്യം കുറച്ചേ മേടിച്ചോളൂ, എന്തിനാ വെറുതെ വേസ്റ്റാക്കി കളയുന്നത്. എന്നിട്ടും കഴിച്ചിട്ട് വിശപ്പ് മാറാത്തതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടെ മേടിച്ചു. നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ 2 ദിവസത്തേക്ക് ഫുഡ് വേണ്ടാന്നുള്ള രീതിയായിരുന്നു. അത്രയ്ക്ക് വയറ് നിറഞ്ഞു പോയി. വെളുപ്പിന് ഞാൻ ഫുഡ് കഴിച്ചതുമില്ലായിരുന്നു പിറ്റേന്ന് നോമ്പ് പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാക്ക് ടു കോളേജ്. എല്ലാവരും കൂടെ കയറി ബസ്സിലിരുന്ന് ആകെ ചിരിയും കളിയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.